ഒരു വിദേശ ഹോട്ടലിലെ ദുരൂഹമരണം, അതീവ സുരക്ഷയുള്ളൊരു കാറിനുള്ളിൽ നടന്ന 45 മിനിറ്റ് നീണ്ട രഹസ്യ സംഭാഷണം, ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയെക്കുറിച്ചുള്ള തീവ്രമായിട്ടുള്ള അടക്കം പറച്ചിലുകൾ. ഇതൊരു ഹോളിവുഡ് ചാരസിനിമ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്ന വാർത്തകൾ ഇതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവനെടുക്കാൻ ശ്രമം നടന്നു, മാത്രമല്ല അത് രഹസ്യമായിട്ട് തകർക്കപ്പെടുകയും ചെയ്തു. അതോടൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ രഹസ്യ നീക്കത്തിൽ മോദിയുടെ രക്ഷകനായിട്ട് അവതരിച്ചു അത്ര. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഈ കഥ വെറും രാഷ്ട്രീയ വിശകലനമല്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയവും ചാരവൃത്തിയും വ്യക്തിഗത സൗഹൃദങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു യഥാർത്ഥ ത്രില്ലർ തന്നെയാണ്. എങ്ങനെയാണ് ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരു അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മരണം ചൈനയിലെ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ നടന്ന വലിയൊരു ഗൂഢാലോചനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ചോദ്യമാണ് ഇപ്പോൾ ആഗോള തലത്തിൽ ഉയരുന്നത്. ഒരു വശത്ത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിൽ അസന്തുഷ്ടരായിട്ടുള്ള ശക്തികൾ മോദിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നു. മറുവശത്ത് റഷ്യയും ഇന്ത്യയും, ഇനി ചില റിപ്പോർട്ടുകളിലാണെങ്കിൽ ചൈനയും കൈകോർത്ത് ആ ഗൂഢാലോചനയെ തകർത്തു. ഇതിലെല്ലാം ഏറ്റവും ആകാംക്ഷ നൽകുന്ന രംഗം എന്തെന്നാൽ, പുടിൻ സ്വന്തം കവചിത ലിമോസിൻ കാർ ഉണ്ടല്ലോ, അത് തുറന്ന് മോദിയെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നതാണ്. 45 മിനിറ്റ് നീണ്ട അവരുടെ സംഭാഷണം ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കാം. ആ സമയം പുടിൻ മോഡിയോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? ഈ വധശ്രമ കഥയിലെ ഓരോ ഭാഗവും ഇന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും. ടെറൻസ് ആർവെൽ ജാക്സന്റെ ദുരൂഹ മരണത്തിൽ തുടങ്ങി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്കാളിത്തത്തിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ പുടിന്റെ കാറിനുള്ളിൽ നടന്ന രഹസ്യ സംഭാഷണത്തിൽ നമ്മൾ എത്തിച്ചേരും. ഈ കഥയിലെ ഓരോ കണ്ണിയും നമ്മൾ ചർച്ച ചെയ്യും. ഈ കഥ സത്യമാണോ അതോ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രചാരണമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. ആഗോളതലത്തിലും ഇന്ത്യയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ പോലെയുള്ള പുതിയ വാർത്തകളെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വാർത്തകളുണ്ട്. അത് നമ്മളുടെ സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അത്തരത്തിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ നിക്ഷേപങ്ങൾ ആരംഭിക്കണം. അത്തരത്തിൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാതെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നികുതി ഇളവുകളോടെ, എന്നാൽ ഇന്ത്യയുടെ വളരുന്ന മാർക്കറ്റിനനുസരിച്ച് ലാഭം കിട്ടുന്ന രീതിയിൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ICICI പ്രൊഡൻഷ്യൽ ലൈഫിന്റെ NFO BSE 500 എൻഹാൻസ്ഡ് വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ടാണ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. ബാങ്കിലെ FDയുടെ റിട്ടേൺസ് ഒക്കെ നോക്കുവാണെങ്കിൽ 5-6% ഒക്കെയാണ്. ആ സ്ഥാനത്ത് ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 36.3%, 24.6% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എത്ര മടങ്ങാണ് ഇവിടെ വ്യത്യാസം വന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയതുകൊണ്ട് തന്നെ നിക്ഷേപിച്ച പണം പോകില്ല എന്ന ഉറപ്പും കൂടിയുണ്ട്. പക്ഷേ ഈ വരുന്ന നവംബർ 9 തീയതി വരെ മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇവിടെ NAV 10 രൂപയാണ്. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവർ ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടാകത്തില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയുടെ അവസാന തീയതി ഈ വരുന്ന നവംബർ 9 വരെയാണ്. അതായത് ഇനി വെറും 13 ദിവസം കൂടി മാത്രം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും കഴിയും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ്. വേണമെങ്കിൽ അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2025 ഓഗസ്റ്റ് 31-നാണ്. ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള വെസ്റ്റിൻ ഹോട്ടലിലെ 808 നമ്പർ മുറിയിൽ വെച്ചിട്ട് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ടെറൻസ് ആർവൽ ജാക്സനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഔദ്യോഗികമായിട്ട് 50 വയസ്സുകാരനായിട്ടുള്ള ഈ അമേരിക്കൻ സൈനികൻ ബംഗ്ലാദേശിലെ സൈനികർക്ക് പരിശീലനം നൽകാനാണ് എത്തിയെന്നാണ് അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉടൻ തന്നെ ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. വർഷങ്ങളുടെ രഹസ്യ ഓപ്പറേഷൻസ് പരിചയമുള്ള ഇത്രയും മുതിർന്നൊരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് സാധാരണ പരിശീലനത്തിനായിട്ട് ഇന്ത്യയുടെ അതിർത്തിക്കടുത്തുള്ള ധാക്കയിൽ വന്നത്? അതും മോദി 7 വർഷത്തിന് ശേഷം ചൈനയിലുള്ള ഒരു സുപ്രധാന ഉച്ചകോടിക്ക് പോയ അതേ സമയത്ത് തന്നെ. ഇത് കേവലം ഒരു കവർ സ്റ്റോറി ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ജാക്സന്റെ മരണം സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതോടുകൂടിയിട്ടാണ് സംശയം ഇരട്ടിയായിട്ടുണ്ടായിരുന്നത്. ആദ്യ റിപ്പോർട്ടുകളിൽ ഇതൊരു വിഷബാധ ആയിരിക്കാം എന്നുള്ള ഒരു സൂചനയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളിലാകട്ടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പുകൾ പോലും കണ്ടെത്തിയതായിട്ട് പറയുന്നു. അതായത് റേഡിയേഷനായിട്ടുള്ള മരണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള ആ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പുകൾ ഉള്ളിൽ ചെന്നു അങ്ങനെ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ തന്നെ ബംഗ്ലാദേശ് പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ഉടൻ തന്നെ US എംബസിക്ക് കൈമാറുകയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും സംശയാസ്പദമായിട്ട് ഒന്നും കണ്ടില്ല. ഇതൊരു സ്വാഭാവിക മരണമാണെന്നാണ് ബംഗ്ലാദേശ് അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട ഒരാളുടെ മരണം ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? ഈ മരണം തീർത്തും യാദൃച്ഛികമല്ലെന്നും ഇതിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ടെന്നും വിമർശകർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ജാക്സന്റെ മരണം പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഇതിനകം തന്നെ വലിയൊരു ഗൂഢാലോചനയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിരുന്നു. ചില മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി അഥവാ SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ ലക്ഷ്യമിട്ടായിരുന്നു ഈ രഹസ്യ നീക്കമെന്നാണ്. ഈ പദ്ധതിക്ക് പിന്നിൽ പാശ്ചാത്യ പിന്തുണയുണ്ടെന്നും, കൃത്യമായി പറയുവാണെങ്കിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടെന്നും, മോദിയെ ഇല്ലാതാക്കി ദക്ഷിണേന്ത്യ അസ്ഥിരപ്പെടുത്തുക, അതുവഴി അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കുക എന്നതായിരുന്നു ഗൂഢാലോചനയുടെ ലക്ഷ്യമെന്നും ഈ റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. അടുത്തിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുമായിട്ട് പോലും വിദഗ്ധരെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതായത്
ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലേ അവിടുത്തെ ജനങ്ങൾ. അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ അട്ടിമറിയുമായിട്ട് പോലും ഈ സംഭവങ്ങളെ ചിലർ ബന്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഗൂഢാലോചന രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറിമറിയുകയാണ്. ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള റഷ്യയുടെ SVR ഇവർ സഹകരിച്ച് നീക്കം തുടങ്ങുകയാണ്. ചില റിപ്പോർട്ടുകളിൽ ചൈനീസ് ഇൻ്റലിജൻസ് പോലും സഹായം നൽകിയതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പരമ്പരാഗതമായിട്ട് അത്ര എളുപ്പത്തിൽ സഹകരിക്കാത്ത ശക്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ഭീഷണിയെ നേരിടുന്നത് അപൂർവമായിട്ടുള്ള ഒരു ചരിത്ര നിമിഷമായിരുന്നു. ഓഗസ്റ്റ് മാസം മുഴുവനും ഈ ഏജൻസികൾ ധാക്കയിൽ ജാക്സന്റെ നീക്കങ്ങൾ രഹസ്യമായിട്ട് നിരീക്ഷിക്കുകയാണ്. ഉച്ചകൂടി അടുക്കുംതോറും ഈ ഭീഷണി എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു അല്ലേ. ഈ റിപ്പോർട്ടുകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഓഗസ്റ്റ് 30 ഒരു സംയുക്ത ഇന്ത്യൻ റഷ്യൻ ദൗത്യസേന ഈ ആക്രമണം കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് തന്നെ തകർത്തെറിയാണ്. ഈ ഗൂഢാലോചനയുമായിട്ട് ബന്ധമുള്ള മറ്റ് 3 വിദേശ ഓപ്പറേറ്റീവുകൾ കൂടി ധാക്കയിലും ചിറ്റഗോങ്ങിലുമായി ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഓഗസ്റ്റ് 31 ജാക്സൺ മരിച്ചതോടെ സംശയാസ്പദമായിട്ടുള്ള എല്ലാ നീക്കങ്ങൾക്കും ഒരു അറുതി വരികയാണ്. അദ്ദേഹം നിഷ്ക്രിയനാക്കപ്പെട്ടു എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നതല്ലേ. കാരണം അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഈ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നൊരു വാർത്തയാണ് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഫോടനം നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഖലിസ്ഥാനി ഭീകരനെ കാനഡയിൽ അജ്ഞാതൻ കൊന്നു, പാകിസ്ഥാനിൽ അജ്ഞാതൻ കൊന്നു. ആരാണ് ഈ അജ്ഞാതൻ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ നമുക്ക് അജ്ഞാതനെ പറ്റിയിട്ടൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. അതൊരു പക്ഷേ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഒരാളുണ്ടാകാം അല്ലേ. എന്തായാലും അതുപോലുള്ള ഒരു അജ്ഞാതനാണ് ഈ ഒരു ജാക്സണെ തട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പൊതുവിൽ പ്രതികരിക്കാൻ വിസമ്മതിക്കുകയാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. അതായത് അവരുടെ ഒരു ടോപ്പ് ഉദ്യോഗസ്ഥനാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയോട് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ധാക്ക. ഇനി അവിടുത്തെ ജനങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഒരു പാക്കറ്റ് അരിപ്പൊടിക്ക് വരെ അവിടെ വലിയ കലാപം നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവർക്ക് അതിനൊക്കെ സമയമുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു ആർമി ഓഫീസറെ വധിക്കണമെങ്കിൽ അത്രയും സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതൊരു ബംഗ്ലാദേശിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ അത് വലിയൊരു ശക്തികൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റഷ്യയുടെയോ ഇന്ത്യയുടെയോ ഒക്കെ കൈകൾ ഒരുപക്ഷെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഇത് നമ്മളാണ് ചെയ്തതെങ്കിൽ നമ്മൾ ഒരിക്കലും പറയത്തില്ലല്ലോ ചെയ്തതെന്നല്ലേ. അപ്പോൾ ഇതൊക്കെ അനുമാനങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ, ഒരുപാട് വിദേശ റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ. ഇനി നമ്മൾ പുട്ടിൻ്റെ ഓറസ് കാറിലെ ആ ഒരു രഹസ്യ സംഭാഷണത്തെ പറ്റി സംസാരിക്കണം. അതായത് ഈ ഗൂഢാലോചന തകർക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ തന്നെയാണ് മോദി ചൈനയിലെ ടിയാൻജിങ്ങിൽ SCO ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നല്ലേ. ഇവിടെ കാര്യങ്ങൾ ഒരു സിനിമാ കഥ പോലെ മാറുകയാണ്. ഉച്ചകോടിക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി മോദിയെ തന്റെ അതീവ സുരക്ഷയുള്ള ഓറസ് സെനറ്റ് ലിമോസിൻ കാറിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് വേറൊരാളെയും കയറ്റാത്ത വണ്ടിയാണ്, അത്രയും സുരക്ഷയുള്ള. ഈവൻ അതിൻ്റെ അകത്ത് ബ്ലഡ് വരെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ പുട്ടിൻ്റെ. എന്തെങ്കിലും അപകടം പറ്റി രക്തം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്തേക്കുകയാണ്. അത് ശീതീകരിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത്, അങ്ങനെ വരെ പറയപ്പെടുന്നു അല്ലേ. ഈവൻ ബോംബിട്ട് കഴിഞ്ഞാൽ പോലും തകരാത്ത വണ്ടി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു വ്ളാഡിമിർ പുട്ടിൻ്റെ ആ ഒരു ലിമോസിനിലല്ലേ. അപ്പോൾ അതിൽ വേറൊരാളെ അടുപ്പിക്കത്ത് പോലും ഇല്ല. ആ ഒരു വണ്ടിയിലേക്കാണ് അദ്ദേഹം മോദിയെ ക്ഷണിച്ച് അതിൻ്റെ അകത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടുത്ത യോഗസ്ഥലത്തേക്ക് 2 നേതാക്കൾ 45 മിനിറ്റോളം ഒരുമിച്ചാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 രാഷ്ട്രത്തലവന്മാർ ഇങ്ങനെ ഒറ്റയ്ക്കൊരു കാറിൽ യാത്ര ചെയ്യുന്നത് വളരെ അസാധാരണമാണ്. എന്തുകൊണ്ടാണ് ഈ കാർ തിരഞ്ഞെടുത്തത്? ഈ ഓറസ് ലിമോസിനിൽ ഒരു മൊബൈൽ കോട്ടയാണ്. അതായത് ഈ കാറിനുള്ള ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് നിരീക്ഷണവും സാധ്യമല്ല. സാറ്റലൈറ്റുകൾക്കോ ചാരോപകരണങ്ങൾക്കോ സംഭാഷണം ചോർത്താനും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ 45 മിനിറ്റിനുള്ളിൽ അവർ സംസാരിച്ചത് എന്തായിരിക്കും? നിലവിലെ റിപ്പോർട്ടുകൾ പറയുന്നത് പുടിൻ മോഡിക്ക് അടിയന്തരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കൊല്ലാനൊരു പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് തകർത്തു എന്ന നിർണായക സന്ദേശം. പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ണിൽപ്പെടാതെ അതീവ സുരക്ഷിതമായിട്ടുള്ള കാറിനുള്ളിൽ വെച്ചിട്ട് പുടിൻ മോദിയെ ഈ വിവരം അറിയിക്കുകയാണ്. ആ കാറെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അതിൽ നിന്ന് ഡാറ്റ, നിങ്ങൾ എത്രയൊക്കെ ടെക്നോളജി ഉപയോഗിച്ചാലും ഡാറ്റ നമുക്ക് ചോർത്താൻ പറ്റില്ല. അത് ഈവൻ ആ കാർ ഡാമേജ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ശക്തമായിട്ടുള്ള ഗൺ വെച്ച് ഫയർ ചെയ്താൽ പോലും അത് ബുള്ളറ്റ് പ്രൂഫാണ്. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു കാറാണ് ഈ പുട്ടിൻ്റെ ലിമോസിൻ എന്നുള്ളത്. അതായത് ലോകത്താർക്കും കേൾക്കാൻ കഴിയാത്ത ഒരിടത്ത് 2 ശക്തരായിട്ടുള്ള നേതാക്കൾ ഒരു ജീവന് നേരെയുള്ള ഭീഷണി ചർച്ച ചെയ്യുന്ന ആ ഒരു രംഗമാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. മോദി പിന്നീട് എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണങ്ങൾ എപ്പോഴും ഉൾക്കാഴ്ച നൽകുന്നതാണ് എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ട് അവർ ഉഭയകക്ഷി ബന്ധങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിലും പുട്ടിൻ ഇവിടെ ഒരു രക്ഷകന്റെ രൂപത്തിലാണ് അവതരിച്ചതെന്നും മോദിയെ സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു എന്നുമാണ് പലരും വിശ്വസിക്കുന്നത്. ഈ കഥ ഒരു വീരസാഹസികത പോലെയാണ് തോന്നുന്നത്. എന്നാൽ ഇവിടെ ഭൗമരാഷ്ട്രീയ
രാഷ്ട്രീയം അത്രത്തോളം പ്രധാനമാണ്. മോദിയുടെ കീഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശ നയമാണ് പിന്തുടരുന്നത്. US ഉപരോധങ്ങളെ അവഗണിച്ച് പോടാപുല്ലെ ട്രംപ് എന്നും പറഞ്ഞിട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടല്ലേ. ഉക്രൈൻ പോലെയുള്ള തർക്കങ്ങളിൽ ആരുടെയും പക്ഷം പിടിക്കുന്നുമില്ല. കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് ബന്ധം ശക്തമാക്കുന്നു. ഇന്ത്യയുടെ നിലപാടുകൾ ചില പാശ്ചാത്യ ശക്തികളെ പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തടസ്സമാണ്. ചരിത്രം നോക്കുകയാണെങ്കിൽ തങ്ങളുടെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച ഇരുണ്ട ചരിത്രമാണ് US ചാര ഏജൻസികൾക്കുള്ളതല്ലേ, അമേരിക്കൻ ചാര ഏജൻസികൾക്ക്. ഈ പശ്ചാത്തലത്തിൽ മോദിയെ മാറ്റി അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാരിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് ചിലർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നവർ റോയും റഷ്യൻ SVRും കൂടെ സംയുക്തമായി നടത്തിയിട്ടുള്ള ഈ ഓപ്പറേഷൻ ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള സ്വയംഭരണത്തിന്റെ വിജയമായി കാണുന്നു. മോദി അസാസിനേഷൻ പ്ലോട്ട് പോലെയുള്ള ഹാഷ്ടാഗുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ട്വിറ്റർ എക്സിലൊക്കെ നല്ലതുപോലെ ട്രെൻഡായി മാറിയിട്ടുണ്ടായിരുന്നു. മോദിയും പുടിനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള സൗഹൃദമാണ് രാജ്യത്തിന് ഒരു ദുരന്തം ഒഴിവാക്കി നൽകിയത് എന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഏതൊരു രാഷ്ട്രീയ വിവാദം പോലെയും മറുവശത്ത് പ്രതിപക്ഷ ശബ്ദങ്ങളും സംശയമുള്ളവരും ഇതിനെ ശക്തമായിട്ട് തള്ളിക്കളയുകയാണ്. ഇത് അമേരിക്കയെ വില്ലനായി ചിത്രീകരിക്കാനും ഇന്ത്യയുടെ റഷ്യൻ ചായവ് ന്യായീകരിക്കാനും ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രചാരണവും കെട്ടുകഥയുമാണെന്നാണ് അവർ ആരോപിക്കുന്നത്. മോദി ഇല്ലാതാക്കാനുള്ള ഈ ഗൂഢാലോചനയ്ക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും നൽകിയിട്ടില്ലെന്നും ഇത് പൊതുജനാഭിപ്രായം മാറ്റാനുള്ള ഒരു തന്ത്രമായിരിക്കാമെന്നുമാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ ഒരു കാര്യം നിഷേധിക്കാനാവില്ല, ടെറൻസ് ജാക്സൺ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രധാന രാജ്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല. അമേരിക്ക ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ഏറ്റവും ടോപ്പ് ഓഫീസറാണ് മരിച്ചിട്ടുള്ളതല്ല, അത് മറ്റൊരു രാജ്യത്ത് വെച്ചിട്ട്, അതും ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ. അപ്പോൾ അവർ ഉത്തരം പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാകണം? അതായത് മരണങ്ങൾ, നിഷേധങ്ങൾ, രഹസ്യ നീക്കങ്ങൾ എന്നിവയെല്ലാം ഒത്തുചേർന്ന ഈ സംഭവം, ഈ കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടാവാം എന്ന സംശയമാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും മോദിയും പുടിനും ചേർന്ന് അമേരിക്കൻ CIA ബന്ധമുള്ള ഒരു വധശ്രമം തകർത്തോ, അതോ അതിരുകടന്ന ഭൗമരാഷ്ട്രീയത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു കെട്ടിച്ചമച്ച കഥ മാത്രമാണോ ഇത്? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളതല്ലേ. പക്ഷേ ഈ കഥയുടെ ഒരംശം പോലും സത്യമാണെങ്കിൽ അത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെട്ട ഒരു സംഭവമായി മാറും. മോദിയും പുടിനും കവചിത കാറിനുള്ളിൽ രഹസ്യമായി സംസാരിക്കുന്ന ആ ഒരു ദൃശ്യമുണ്ടല്ലോ, കിഴക്കൻ ശക്തികൾ ഒരുമിച്ച് നിന്ന് പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ ചേർക്കുന്ന ഒരു പുതിയ ആഗോള ക്രമത്തിന്റെ പ്രതീകമായിട്ടാണ് പലരും കാണുന്നത്. അതേസമയം ഇത് ഒരുപാട് നാടകീയത നിറഞ്ഞതായതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കഴിയാത്തവരും ധാരാളമുണ്ട്. എന്തായാലും ഈ ധാക്ക ഗൂഢാലോചന കഥ നമ്മുടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ഫിക്ഷനേക്കാൾ വിചിത്രമായിരിക്കുന്നു എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സത്യം എന്തായാലും ഈ കഥ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമായി മാറിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതുക. ഈ പറയുന്ന വിഷയം സത്യമായിരിക്കുമോ? മോദിയെ വധിക്കാനായിട്ട് അമേരിക്ക ശ്രമിച്ചിരിക്കാമോ? റഷ്യയും ഇന്ത്യൻ റോയുമായിട്ട് സംയുക്തമായി ഒരു ഓപ്പറേഷൻ നടത്തി അവരെ വകവരുത്തിയിരിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ വാർത്തയിൽ കാണുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതൊക്കെ സത്യമായിരിക്കുമോ കള്ളമായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നവംബർ 9 വരെയാണ് നിങ്ങൾക്ക് NFL ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് ഇനി വെറും 13 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.